ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മുട്ട ഉപയോഗിക്കാതെ എങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ചി കേക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ എല്ലാവരും കാണണം. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, പാല് 1/2 കപ്പ്, തൈര് 1/4 കപ്പ്, ഓയിൽ 1/2 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്. ഇവയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർക്കാം. ഇനി അടുത്തതായിട്ട് 3-4 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്താലേ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി സോഫ്റ്റായി വരുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ മൈദയിലൊക്കെ കട്ട പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ കരടൊക്കെ ഉണ്ടാവും. അതൊക്കെ പോവാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലാണ് മിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരല്പം വലിയ ബൗൾ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ഇതിലേക്ക് 1/4 കപ്പ് തൈരും ചേർക്കാം. തൈരും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തണുപ്പ് കളഞ്ഞതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർക്കാം. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം അളന്നെടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, 2-3 തവണയായിട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനോ അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള ടിന്ന് ഉപയോഗിക്കാം. ഇതിൻ്റെ അടിയിലും സൈഡിലും നല്ല പോലെ ഒന്ന് എണ്ണ ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം കേക്ക് ഇതിൻ്റെ അകത്തൊന്നും പെട്ടെന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും മൈദപ്പൊടി ആക്കി കൊടുക്കാം. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന മൈദപ്പൊടി കളയാനും വേണ്ടിയിട്ട് നമുക്കിത് കമിഴ്ത്തി വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ബേക്കായി വരുമ്പോൾ ഇത് മുഴുവനായിട്ടും പുറത്തോട്ട് ചാടും. ഇനി എയർ ബബിൾസ് കളയാനും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ ഇതുപോലുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു വയർ റാക്കും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളിത് തുറന്നു നോക്കരുത്. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരില്ല. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നല്ല പോലെ ബേക്കായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് പോയതിന് ശേഷം ഇതിനെ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാം. ചൂട് പോകുന്നതിൻ്റെ മുൻപേ ആരും കേക്ക് പുറത്തെടുക്കാൻ ശ്രമിക്കരുത്, അപ്പോൾ കേക്ക് പൊട്ടിപ്പോവും.
കേക്ക് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു ഡിഷിലേക്ക് ഇതിനെ കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്ക് സിമ്പിളായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് എഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ചി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.